എന്താണെന്നറിയില്ല. എന്നെ ദീപാദാസ് മുൻഷിയാണ് വിളിച്ച് നാളെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ കാണണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് നാളെ 6 മണിയുടെ ഫ്ലൈറ്റിന് പോവാണ്. 9 മണിക്ക് എത്താം. 10 മണിയാകുമ്പോൾ ഓഫീസിൽ ചർച്ചയുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്കറിയില്ല. ഡൽഹിയിലെത്താൻ പറഞ്ഞു, നാളെ കാലത്ത് വരാമെന്നും പറഞ്ഞു. അത്ര ബാക്കിയൊക്കെ എങ്ങനെയാണ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. ഒരു വിശാലമായ ചർച്ചയിലേക്ക് കടക്കുകയാണോ കാര്യങ്ങൾ? എങ്ങനെ? അതായിരിക്കും. അല്ലാതെ കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കില്ലല്ലോ. ഏതായാലും നാളെ മറ്റന്നാളോ ആയിട്ട് എന്തായാലും തീരുമാനം വരും. നിങ്ങളുടെ ആകാംക്ഷയ്ക്കൊക്കെ അറുതി വരുന്നതാണ് എന്റെ പ്രതീക്ഷ. എന്താണെന്ന് നാളെ ചെല്ലുമ്പോഴല്ലേ അറിയുള്ളൂ. ഞാൻ എന്റെ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എങ്ങനെ? നാളെ പോകുമ്പോഴും അത്രയുള്ള പറയാനുള്ളൂ. എംഎൽഎമാരുടെ എണ്ണമായിരിക്കും പ്രധാനപ്പെട്ടതെന്ന് നേരത്തെ തന്നെ പല നേതാക്കളും പറഞ്ഞിരുന്നു. കെഎമ്മും പറഞ്ഞിരുന്നു. എംഎൽഎമാരുടെ എണ്ണം സംബന്ധിച്ച ഒരു തീരുമാനം ആയതാണ്. പിന്നെയും എന്തുകൊണ്ടായിരിക്കും ഈ വൈകല്യം? എംഎൽഎമാരുടെ എണ്ണം നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കണം എന്നില്ലല്ലോ. എംഎൽഎമാർ അതിന്റെ അകത്ത് പോയി പറഞ്ഞ കാര്യങ്ങളല്ലേ. അതുകൂടെ കേന്ദ്ര നേതൃത്വം അതൊക്കെ പരിശോധിക്കും. ഈ തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ട് അത് നേതാക്കളെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ നാളത്തെ ചർച്ച? എന്തിനാണ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം? എന്താ? ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ അത് ഫൈനലാണ്. അതിന് പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരും തന്നെ ഹൈക്കമാൻഡിന്റെ ഒരു ഉത്തരവിനെയും ഞങ്ങൾ ലംഘിക്കില്ല. ഈ ഹൈക്കമാൻഡ് തീരുമാനം വന്നു കഴിഞ്ഞാൽ ചിലരൊക്കെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. മന്ത്രിസഭയിൽ ചെയ്തില്ല, അങ്ങനെയുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായി യൂഹാഭോഹങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയില്ല. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയും. അതനുസരിച്ച് ഹൈക്കമാൻഡ് എന്തെങ്കിലും തീരുമാനം എടുക്കും. നാളെ തന്നെ, നാളെയോ മറ്റന്നാളായിട്ട് തീരുമാനം എടുക്കും. ഉറപ്പാണ്. 48 മണിക്കൂറിനധികം പോയില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. ഇല്ല, എന്താ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. 10 ദിവസമൊക്കെ ധാരാളമല്ലേ. എന്റെ കുഴപ്പം എന്താ? എങ്ങനെ? അല്ല, അത് തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കില്ല. ചിലപ്പോ 2-3 ആഴ്ച എടുത്താനെ. ഈ കെ.വി. തോമസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ കെഎമ്മിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ഏതായാലും വേറെ കുഴപ്പം ചെയ്തൊന്നും ഇല്ലല്ലോ. അത് ഭാഗ്യം. തെരഞ്ഞെടുപ്പിന് പത്മജിയെ മത്സരിപ്പിക്കാൻ സോണിയ പേര് വെട്ടിയെന്നാണ് കെ.വി. തോമസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തുറന്നു പറയുന്നത്. അതായത് ഈ മാഷിക്കിപ്പോ LDF സർക്കാർ വന്നോടെ ഉള്ള സാധനവും കൂടെ പോയി. പിന്നെ നിങ്ങൾ ആരെങ്കിലും മാഷ് തിരിഞ്ഞു നോക്കൂല്ലല്ലോ. അപ്പൊ മാഷ് ഇങ്ങനത്തെ 1-2 പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ട് ജനശ്രദ്ധ ആകർഷിച്ചാണ്. ഞങ്ങൾക്കൊക്കെ ധാരാളം ജോലി ഉള്ളതുകൊണ്ടാണ് പുസ്തകമൊന്നും എഴുതാത്തത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ ജീവചരിത്രം എഴുതാത്തതിന്റെ കാരണം അതാണ്. ഫീൽഡിൽ നിന്നൊക്കെ മാറുമ്പോഴേ ഞാൻ എഴുതൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.